ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അധികാരം ഏറ്റെടുത്തിട്ട് 1 വർഷം 12 മാസം അതല്ലെങ്കിൽ 13 മാസവും 10 ദിവസവും 15 ദിവസത്തോളവും ആവുകയാണ് ഞാനിന്ന് ഇരുന്ന് സംസാരിക്കുന്ന വേളയിൽ. കഴിഞ്ഞ ഒരു 1 വർഷത്തോളം അദ്ദേഹം ചെയ്ത ഒട്ടനവധി കാര്യങ്ങൾ, താരിഫ് നിയമം തൊട്ട് ഇമിഗ്രേഷൻ നിയമങ്ങൾ, അമേരിക്കയുടെ ഡൊമസ്റ്റിക് നയങ്ങൾ, ഈ വിദേശ രാജ്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം അണുകിട ഒരു ഇതില്ലാതെയാണ് പെരുമാറിയത്. ആരോടൊരു ദാക്ഷിണ്യം കാണിക്കാത്ത ഒരു സ്വഭാവം. അത് അദ്ദേഹത്തിൻ്റെ കൊമേഴ്സ് സെക്രട്ടറി, ഇമിഗ്രേഷൻ, DHS, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി തൊട്ട് എല്ലാം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ക്രിസ്റ്റി നോം, അദ്ദേഹത്തിൻ്റെ DHS സെക്രട്ടറി ആയിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. അവരാണ് ഇമിഗ്രേഷൻ ലോ ഒക്കെ പാസ്സാക്കുന്നതും എയർപോർട്ടുകളുടെ സെക്യൂരിറ്റി, ട്രാവൽ സെക്യൂരിറ്റി തൊട്ടുള്ള ഇതുകളൊക്കെ ഈ ഒരു സ്ത്രീയുടെ നിയന്ത്രണത്തിലായിരുന്നു. അവർ നോർത്ത് ഡക്കോട്ട സൗത്ത് ഡക്കോട്ട ഏതൊരു സംസ്ഥാനത്തു നിന്ന് പ്രതികരിക്കുന്ന ഒരു സെനറ്ററായിരുന്നു. ട്രംപിൻ്റെ പിൻഗാമിയാണ്. അവരാണ് ഇവിടെ നിന്നും, നമുക്കറിയാം, പഞ്ചാബിലെ കുറച്ച് പഞ്ചാബികളെ ഇവിടെ നിന്നുള്ള യുദ്ധവിമാനത്തിൽ കയറ്റി അയക്കുക, അതല്ലെങ്കിൽ ലോകം മുഴുവനും ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുക, കയറ്റി അയച്ചിരിക്കുന്ന ആ ഒരു വിഭാഗം. ഇവിടെ കഴിഞ്ഞ ദിവസം അവർ രാജിവെക്കേണ്ടി വന്നു. നമുക്കറിയാം, ഇതിലിപ്പോൾ ഈ മിനിസോട്ട എന്ന സംസ്ഥാനത്ത് മിനിയാപോളിസ് എന്ന സിറ്റി, ഈ സിറ്റി നമ്മൾ മുമ്പും ഈ പേര് കേട്ടിട്ടുണ്ട്. ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്തവർഗ്ഗക്കാരനെ 9 മിനിറ്റ് ഒരു പോലീസുകാരൻ മുട്ടുകാല് കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൊന്ന കഥയുമായിട്ട് ബന്ധപ്പെട്ട സിറ്റി തന്നെയാണ് മിനിയാപോളിസ്. അവിടെ വേറെ ഒട്ടനവധി സൊമാലിയൻ കറുത്തവർഗ്ഗക്കാരായ സൊമാലിയൻ മുസ്ലിം കുടിയേറ്റക്കാരും ഒട്ടനവധി താമസിക്കുന്നു. കുറേ വിവാദപരമായിട്ടുള്ള ഒരു സിറ്റിയാണ് ഈ മിനിയാപോളിസ് എന്ന് പറഞ്ഞ മിനസോട്ടയിലുള്ള സിറ്റി. അത് ഏകദേശം നമ്മുടെ ചിക്കാഗോയ്ക്ക് വടക്കായിട്ട് വരും മിനിയാപോളിസ്. അപ്പോൾ അവിടെ 2 വ്യക്തികൾ കൊല്ലപ്പെട്ടു. അതായത് കൊല്ലപ്പെട്ടത് കുടിയേറ്റക്കാരല്ല, വെളുത്ത വർഗ്ഗക്കാരായ കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടീനെ പിന്തുണയ്ക്കുന്ന വ്യക്തികളാണ്. ഒരു സ്ത്രീയും ഒരു കാർ ഓടിച്ച് പോകുന്ന സമയത്ത് വെടിവെച്ച് കൊല്ലപ്പെടുകയും മറ്റേ അലക്സ് പെരിയ എന്ന് പറഞ്ഞിട്ട് ഒരു 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 വ്യക്തിയും, സമരക്കാരൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. തോക്കും പിടിച്ചാണ് പ്രതിഷേധത്തിന് വന്നത്. അപ്പോൾ ആ തോക്ക് കണ്ടതിൻ്റെ പേരിലാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞ വിഭാഗം അദ്ദേഹത്തെ വെടിയിച്ചു കൊന്നത്. അദ്ദേഹം സമരം ചെയ്യായിരുന്നു. പക്ഷേ സമരത്തിന് തോക്കും കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ശരിയായ ഒരു നിലപാടായിരുന്നില്ല. ഈ വീഡിയോ ഞാൻ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത്, ക്രിസ്റ്റി നോം എന്ന DHS സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം രാജിവെക്കേണ്ടി വന്നു. രാജിവെക്കുന്ന വിഷയം ഈ ഒരു വിഷയത്തിലല്ല, അത് അവർ നടപ്പാക്കിയ നയങ്ങളുടെ പേരിലല്ല. ട്രംപ് അനുകൂലിയാണ്. ട്രംപ് രാജിവെക്കുകയല്ല, പിരിച്ചുവിടുകയായിരുന്നു. ഫയേർഡ് എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്, രാജിയല്ല. ഫയേർഡ്, ഷീ ഗോട്ട് ഫയേർഡ്. അപ്പോൾ ആ ഒരു പിരിച്ചുവിടുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ അവർ കോൺഗ്രസിൻ്റെ മുമ്പിൽ, US കോൺഗ്രസിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവർ അഭിമുഖീകരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവരുടെ സബോർഡിനേറ്റ്, അതായത് ഇദ്ദേഹം നമ്മളുടെ നിലയിൽ പറയുമ്പോൾ ഒരു മന്ത്രിയാണ്, വിദേശകാര്യമന്ത്രിക്ക് പോലെയുള്ളൊരു മന്ത്രി ആണ്. DHS എന്ന് പറഞ്ഞ വിഭാഗം നമ്മുടെ ഇതിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, ആഭ്യന്തരം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, ആ മന്ത്രിയുടെ താഴെയുള്ളൊരു സെക്രട്ടറിയുടെ കൂടെ കിടപ്പറ പങ്കിട്ടു. ഈ സ്ത്രീ കിടപ്പറ പങ്കിട്ടു. ലെവാൻസ്കി എന്നാണ് ആ കിടപ്പറ പങ്കിട്ട ആണിൻ്റെ പേര്. ഈ സ്ത്രീ വിവാഹിതയാണ്. ഈ സ്ത്രീക്ക് ഭർത്താവുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഈ സ്ത്രീയും ഈ സ്ത്രീയുടെ ഭർത്താവും കൂടിയിട്ടാണ് ഇത് വരുന്നത്. എന്നാൽ മറ്റേ അവിഹിതം എന്ന് പറയുന്ന ആൾ വന്നിട്ടില്ല. അത് ഇവൾക്ക് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ക്രിസ്റ്റി നോമിന് അണ്ടറിൽ.
ആ വ്യക്തിയുമായിട്ട് അവിഹിതമുണ്ട് എന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിനും തെളിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷമാണ് ചോദ്യം ചെയ്യുന്നത്. ഈ സ്ത്രീയോട് പ്രതിപക്ഷം ചോദിക്കുന്നത്, "നീ അവൻ്റെ കൂടെ കിടന്നോ ഇല്ലയോ?" എന്ന ചോദ്യമാണ് ഉന്നയിക്കണേ. അപ്പോൾ ഈ സ്ത്രീ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പ്രതിജ്ഞ എടുത്തിട്ട് നുണ പറഞ്ഞതിന് തുല്യമായി. ഉണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കിട്ടും. ലോകത്തിൻ്റെ അല്ല, കുടുംബം അവർക്ക് നമ്മളൊരാളെ അവഹേളിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊരു ആ സ്ത്രീ അങ്ങനെ ചെയ്തു എന്നുള്ളത് വ്യക്തമാകുന്ന രീതിയിൽ. അപ്പോൾ ആ സ്ത്രീ പറയുന്നത്, വാട്ട് എ ഗാർബേജ് യു ആർ ടോക്കിംഗ്. ഇത്രയും വലിയൊരു നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരാളോട് ചോദിക്കണം, നീ അവൻ്റെ കൂടെ കിടന്നോ ഇല്ലയോ? നമുക്കറിയാം ഈ സ്ത്രീകൾ തമ്മിലുള്ള ഇതാണ്. ഒരു സ്ത്രീ ആണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു സ്ത്രീയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരിയായ ക്രിസ്റ്റി നോമിനോട് ചോദിക്കണത്, നീ അവൻ്റെ കൂടെ കിടന്നോ ഇല്ലയോ? അപ്പോൾ ഈ സ്ത്രീ ഒരു 5 മിനിറ്റോളം ഇതാണ്, നീ അവൻ്റെ കൂടെ കിടന്നോ ഇല്ലയോ? ഡിഡ് യു ഹാഡ് സെക്സ് വിത്ത് ഹിം ഓർ നോട്ട്? ലെവൻസ്കിയുടെ കൂടെ. അപ്പോൾ ക്രിസ്റ്റി നോമ് പറയുന്നത്, വാട്ട് എ ഗാർബേജ് യു ആർ ടോക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറണം. കാരണം അപ്പോൾ ഈ ചോദിക്കുന്ന വ്യക്തി ചോദിക്കുന്നത്, ദിസ് ഈസ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇത് ഇല്ലയോ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതിന് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന ഉത്തരമാണ് ഇനി ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ സ്ത്രീ ആകെ സ്തംഭിച്ചു പോയി. കാരണം ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവർ ഒഴിഞ്ഞു മാറാണ്. പിന്നീട് പ്രതിപക്ഷം അവരെ വിട്ടുകളയുന്ന ഇതിലേക്കാണ്. കാരണം എത്ര ചോദിക്കാം, ഒരാളോട് ചോദിക്കുന്ന ചോദ്യം ഇത്ര, കുഞ്ഞു കുട്ടികളുണ്ട്, അവർക്ക് കുട്ടികളുണ്ട്, ഭർത്താവ് അടക്കമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് പ്രതിജ്ഞ എടുത്തതിന് ശേഷം നുണ പറഞ്ഞതിന് തുല്യമായി. ഭയങ്കര വലിയ കേസായി. ഉണ്ടെന്ന് പറഞ്ഞാൽ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ലോകത്തിൻ്റെ മുമ്പിലും അമേരിക്കയുടെ മുമ്പിലും അപമാനിതയായി. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത്, അവർ ഇമിഗ്രേഷൻ ലോ എന്ന പേരിൽ ഇത്തിരി കടന്ന് കയറിയോ? ഞാൻ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, ഇത് ശരിയായ നയമല്ല. കാരണം അവർ വരുന്ന സമയത്ത് തടയണമായിരുന്നു. അതല്ലാതെ ട്രംപ് 2016-ന് 2020 കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ളൊരു നയം സ്വീകരിച്ചിരുന്നുമില്ല. അപ്പോൾ ഈ സ്ത്രീ $220 മില്യൺ സ്വന്തം, എൻ്റെ വലിയ തല, എൻ്റെ ഇത് കുതിരപ്പുറത്ത് ഇരുന്ന് പോണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളക്കാരിയാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ഈ നമ്മുടെ പിണറായി ഗവൺമെൻറ് അതല്ലെങ്കിൽ ഇന്ത്യയിലെ സർക്കാരുകളൊക്കെ പരസ്യം കൊടുക്കണോണം. അമേരിക്കൻ സർക്കാരിൻ്റെ ചിലവ് ഉപയോഗിച്ചിട്ട് $220 മില്യൺ പരസ്യം കൊടുത്തിരിക്കുക സ്ത്രീ. അവരെ തന്നെ എൻ്റെ ഫുൾ ഫിഗറും തലയും വെച്ചിട്ട്, ക്രിസ്റ്റി നോം എന്ന DHS സെക്രട്ടറി. പക്ഷെ ഇന്നലെ അവർക്ക് കുറച്ചൊക്കെ വേണ്ടതായിരുന്നു. കാരണം ക്രിമിനലുകളെ പുറത്താക്കണം. നമ്മൾ ഏതൊരു രാജ്യത്തും ഞാനിപ്പോൾ കാലിഫോർണിയ പോലെയുള്ള സംസ്ഥാനത്ത് ജീവിക്കുന്ന സമയത്ത് ഒട്ടനവധി ക്രിമിനലുകൾ നമുക്ക് മടുക്കും. നമ്മുടെ കാറ് പൊളിച്ച്, നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില്ല് പൊളിച്ച് കൊണ്ടുപോകുന്നു. അവർക്ക് എന്തുമാകാം. ഇവരൊക്കെ ഞാനിവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്തിരുന്നുണ്ട്. പൊളിച്ച് ഒരു 3 മണിക്കൂറിൽ അവർ മെക്സിക്കോ ബോർഡർ കിടക്കും. മെക്സിക്കോ ബോർഡർ കിടന്ന് കാറും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത്രയും ഇതാണ് പ്രശ്നമാണ് ഇവിടുത്തെ. കാരണം ഈ കാലിഫോർണിയ സർക്കാരിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇന്നലെ ഈ സ്ത്രീയോട് ചോദിച്ച ചോദ്യം സാധാരണക്കാരാണെങ്കിൽ പക്ഷേ വളരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീകളാ ചോദിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ, നീ അവൻ്റെ കൂടെ കിടന്നോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഈ ലെവൻസ്കി എന്ന വ്യക്തി 2016 തൊട്ട് ട്രംപിൻ്റെ കൂടെയുള്ളതാണ്. അന്നത്തെ പ്രചരണ കമ്മിറ്റിയിലുണ്ട്. 2021 അദ്ദേഹത്തിനെ പുറത്താക്കുന്നു. കഴിഞ്ഞ് 2025 കാരണം ട്രംപിൻ്റെ അടുത്ത സഹചാരിയാണ്. ഇത് ട്രംപിന് അറിയാവുന്ന വിഷയമാണ്. ട്രംപ് ഇതിനെപ്പറ്റി തമാശയും പറയാറുണ്ട്. കാരണം ക്രിസ്റ്റി നോമും ലെവൻസ്കിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തെപ്പറ്റി ട്രംപ് തമാശയായിട്ട് പോലും പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഈ കടപ്പറ രഹസ്യങ്ങളെ പറ്റിയൊക്കെ. പക്ഷേ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഈ സ്ത്രീനെ ഫയർ ചെയ്തു ട്രംപ്. പകരം വേറെ ഒരു ചെറിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. കാരണം കൂടെയുള്ള ആളാവുമ്പോൾ പുനരധിവസിപ്പിക്കണ്ടേ, രാഷ്ട്രീയത്തിലുമുണ്ട്. പുനരധിവസിപ്പിച്ച് ആണ് ഈ സ്ത്രീനെ ട്രംപ് ചെയ്തത്. പക്ഷെ അവളെ ഫയർ ചെയ്തു, ക്രിസ്റ്റി നോം. അപ്പോൾ ഈ വിഷയം നമ്മൾ ഒട്ടനവധി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ക്രിസ്റ്റി നോമിൻ്റെ കഥ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം.